إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള നന്ദോപിൽസത്തിലെ വിശ്വാസികളായിട്ടിക്കരെ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായിട്ടിക്കരെ കാരുണ്യവാനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നു അവർക്ക് തഖ്വയുള്ളവരായി ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിച്ച് അതേ അവസ്ഥയിൽ മരിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണം. അത് നിരന്തരമായി പ്രാർത്ഥിക്കണം. എന്നോടും എല്ലാവരെയും ആദ്യമായിട്ട് ഉണർത്തരെ ഉത്ബോധിപ്പിക്കുക. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരാൾക്ക് അല്ലാഹുവിൽ വിശ്വാസം മുൻകൂട്ടായെങ്കിൽ പിന്നെ അയാൾക്ക് ശിർക്ക് സംഭവിക്കൂല. അല്ലാഹുവിൽ വിശ്വാസമുണ്ടായാൽ മതി. വിശ്വാസമുണ്ടായാൽ പിന്നെ അയാൾക്ക് ശിർക്ക് സംഭവിക്കൂല. അല്ലാഹുവിൽ വിശ്വാസം ഇല്ലാതാകുമ്പോഴായിട്ട് ഒരാൾക്ക് ശിർക്കുണ്ടാവരുത് എന്ന ഒരു വിചിത്രമായിരിക്കുന്ന ഒരു പ്രചരണം, ഒരു വാദം, അതിപ്പോ കുറച്ചു കാലമായി നമ്മുടെ ഇടയിൽ ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുക, നമ്മളെ സംരക്ഷിക്കുക, സഹായിക്കുക, നമ്മുടെ പ്രാർത്ഥന കേൾക്കുക, അതിന് ഉത്തരം നൽകിയതായിരിക്കുന്ന ഒരു റബ്ബുണ്ട്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കൂലാനുള്ള ഒരു വാദമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്
മക്ക മുശ്രിക്കുകൾ എന്ന് തന്നെയാണ് ഖുർആൻ ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. ആ മക്ക മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നോ? മക്ക മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകുമ്പോൾ അവിടെ ശിർക്ക് ഉണ്ടാവൂലാട്ടാണ് ചൊല്ലുന്നത്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് അതൊരു ഖുർആൻ ചൊല്ലു തന്റെ മറുപടി അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ്. മക്ക മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇതാണ് ഖുർആൻ നമ്മളെ പഠിപ്പാട്ടുന്നത്. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു, അവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരുന്നു, അവരുടേതായിരിക്കുന്ന ഒരു ശൈലിയിൽ അവർ നിസ്കാരം നിർവഹിച്ചിരുന്നു എന്നും ഖുർആനിലുണ്ട്. കഅബയെ അവർ തവാഫ് ചെയ്തിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. കഅബ ശരീഫിൽ അവർ ഇഅ്തികാഫിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവരിൽ ശിർക്ക് വന്നു. അവർ മുശ്രിക്കുകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ വിളിച്ചത്. വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമായിരിക്കുന്നത് ഇത് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്റെ യാഥാർത്ഥ്യങ്ങളായിരിക്കരുത്. ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടാവ് ആരാണ്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ്? എന്താകട്ടെ കേട്ടു നോക്കൂ. അങ്ങനെ മറുപടി അല്ലാഹു എന്ന് മാത്രമായിരിക്കും. വേറെ ഒരു മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ടാവൂല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് നബി അങ്ങനത്തെ കേൾക്കൂ. അപ്പോഴും അങ്ങനെ മറുപടി അല്ലാഹ് എന്നായിരിക്കും. വേറെ ഒരു മറുപടി അങ്ങോട്ടിക്കല. ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചിട്ടുണ്ടത് ആരാണ് നബിയെ ആരാണ് എന്ന് അങ്ങനത്തെ കേൾക്കൂ. അപ്പോഴും അങ്ങനെ മറുപടി അല്ലാഹ് എന്നായിരിക്കും. ആകാശത്തിൽ നിന്നിട്ട് മഴ വർഷിപ്പിച്ചിട്ട് ഇവിടെ വണങ്ങി വരണ്ട മൃഗാവസ്ഥയിലായിരിക്കുന്ന ഭൂമിക്ക് ജീവൻ നൽകി അങ്ങനെ അത് സസ്യശ്യാമളമായ നല്ല സുന്ദരമായ ഒരു ഭൂമിയായി മാറുന്നത്, ജീവനുള്ള ഭൂമിയാക്കി മാറ്റുന്നത് ഇത് ആരാണ് എന്ന് അങ്ങനത്തെ കേൾക്കുന്നില്ലേ എന്ന് അല്ലാഹുത്താല കേൾക്ക്. അല്ലാഹുത്താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ചൊല്ലുന്നു. എന്നിട്ട് അതിനുള്ള മറുപടി അല്ലാഹ് എന്ന് മാത്രമായിരിക്കും. വേറെ ഒരു മറുപടി അങ്ങൾക്കുണ്ടാവൂല. എത്ര കൃത്യമാണ് ഇവിടെ. അപ്പൊ അല്ലാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അല്ലാഹുവിനെ അവർ ഇബാദത്ത് ചെയ്തിരുന്നു, പ്രാർത്ഥന നടത്തിയിരുന്നു. പിന്നെ എങ്ങനെയാണ് അവർ ശിർക്ക് വന്നത്? പിന്നെ എങ്ങനെയാണ് അവരെ അല്ലാഹുത്താല മുശ്രിക്കുകൾ എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ് അവർ ശിർക്ക് ലാഭവിച്ചു പോയത്? എങ്ങനെയാണ് ശിർക്ക് ലാഭവിച്ചു പോയത്? ഇത് നാം പരിശോധിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ശിർക്കിലേക്ക് കൂപ്പുകുത്തിയത്? ആ കൂപ്പുകുത്തലുണ്ടായതായിരിക്കുന്ന എല്ലാ കാരണങ്ങളും ഇന്ത്യ ഈ മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുസ്ലിം ഉമ്മത്തിൽ ഒരു വിഭാഗത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അവർ പ്രധാനമായും ശിർക്കിലേക്ക് കൂപ്പുകുത്തിയത് അല്ലാഹുവിന്റെയും അവരുടെയും ഇടയിൽ ഇടയാളന്മാരെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു, മധ്യവർത്തികളെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു, ശിഫാസുകാരെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു. ഇതേ ആശയം ഈ മുസ്ലിം ഉമ്മത്തിലും പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു. ഏതാണ് ആയത്ത്? അത് പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ മാഇദയായിരിക്കുന്നത്. എന്താണ് അതിൽ അല്ലാഹു തആല ചൊല്ലുന്നത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കോ, വബ്തഗൂ ഇലൈഹി വസീലത, അവരിലേക്ക് നിങ്ങൾ മുട്ടമാതിരെ സമീപനമായ മാർഗം നിങ്ങൾ തുടരോ.
അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കൂ, എന്നാൽ നിങ്ങൾക്ക് വിജയികളാകാം. ഇത് അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ്. ഈ ആയത്തിനെയാണ് ഇവ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇവിടെ വസീല തേടണം അല്ലാഹു തആല ചൊല്ലുന്നു. ആ വസീല തേടുന്നത് അത് മഹാന്മാരിലൂടെ ആയിരിക്കണം എന്ന ഒരു വിചിത്രമായ വാദമാണ്. ആരും ഒരു ഖുർആൻ വ്യാഖ്യാതാക്കളും നൽകാത്ത ഒരു വാദമാണ് അവര് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ഒരു ബിസിനസ് മാർക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഈ മുസ്ലിം ഉമ്മത്തെ ചൂഷണം ചെയ്യുന്നത്, ശോഷണം നടത്തുന്നതിനുള്ള മാർക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കുന്നത് നമുക്കത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ നോക്കുക, അല്ലാഹു തആല ഇവിടെ ചൊല്ലുന്നത് നിങ്ങൾ സമീപന മാർഗം തേടണം അല്ലാഹുവിലേക്ക് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രീതി നേടുന്നതും അതേപോലെ അവന്റെ മുട്ടയെത്തുന്നതും സമീപം നേടുന്നതും നിങ്ങൾ എന്താക്കണം? ശ്രമിക്കണം, പരിശ്രമിക്കണം. അല്ലാഹു തആല ചൊല്ലുന്നു. എങ്ങനെയാണ് ഈ സമീപന മാർഗം ഈ മുട്ടയെത്തേണ്ടത്? അല്ലാഹുവിന്റെ പ്രീതി നേടുന്നത് എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ, അതിന് വ്യാഖ്യാനം നൽകിയ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഐക്യകണ്ഠേന സർവസമ്മതമായ നിലക്ക് അല്ലാഹുവിനെ ചൊല്ലുന്നത് കാണാൻ സാധിക്കും. അത് എന്തിനെ അല്ലാഹുവിലേക്ക് വസീല തേടുകാണ്ട് ചെന്നെങ്കിൽ അല്ലാഹു തആലക്ക് ഭയപ്പെട്ട് ജീവിക്കുക, അവന്റെ ആദേശം, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക, അവൻ വിരോധിച്ചതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ വർജിച്ചുകൊണ്ടായിരിക്കണം. ഇത് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഉമ്മതത്തോടെ സർവസമ്മതത്തോടെ ഇത്തിഫാഖോടെ ചെന്ന വിഷയമായിരിക്കുന്നത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വ്യാഖ്യാനത്തിൽ ചൊല്ലുന്നു. ഇതിൽ പണ്ഡിത ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവിലേക്കുള്ള സമീപന മാർഗം ഉത്തേർക്കുക, അവന്റെ പ്രീതി നേടാനുള്ള മാർഗമെങ്കില് അല്ലാഹു തആലക്ക് ഭയപ്പെടുക. അല്ലാഹു തആലക്ക് ഭയപ്പെടുകാണ്ട് ചെന്നെങ്കിൽ, ത്വഅത്ത് ചെയ്യുകാണ്ട് ചെന്നെങ്കിൽ, നിസ്കാരം പോലെയൊക്കെ, നോമ്പ് പോലെയൊക്കെ, സക്കാത്ത് പോലെയൊക്കെ, ഹജ്ജ് പോലെയൊക്കെ കർമ്മങ്ങൾ, അതേപോലെ തന്നെ സൽകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ഇതിലൂടെയായിരിക്കണം അല്ലാഹുവിലേക്ക് മുട്ടേറ്റാനുള്ള, അവന്റെ പ്രീതി നേടാനുള്ള മാർഗം എന്ന് പണ്ഡിതന്മാർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. സർവസമ്മതമായ ഒമ്പതത്തോടു കൂടിയുള്ള അഭിപ്രായമാണ് പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഒരു മധ്യവർത്തികളുണ്ട്. ഈ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മധ്യവർത്തികളുണ്ട്, ശിഫാറത്തുകാരന്മാരുണ്ട്. അങ്ങനെയാണ് ദർഭങ്ങളും ജാറങ്ങളും ഒക്കെ ഇങ്ങനെ അധികരിച്ച് പോകരുത്. ഈ ആയത്തിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ അല്ലാഹു തആല വസീലത്തിനെ തേടുന്നതിന്റെ വ്യാഖ്യാനം എന്തിനേലും നമുക്ക് പണ്ഡിതന്മാർ നമുക്ക് ചൊല്ലുന്നുണ്ട്. സൽകർമ്മങ്ങളിലൂടെ, സൽകർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് നമുക്ക് അല്ലാഹുവോട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ചെല്ലാം. അത് മറ്റൊരു വശമാണിത്, അതും വസീലയാണ്. അതൊരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചൊല്ലുന്ന ഒരു സംഭവമാണ്. പഴയ കാലത്ത് ഒരു യാത്ര പോയിട്ട് കുറച്ചാളുകൾ അല്ല ജാവാവുമ്പത്ത് ഒരു ഗുഹയിലകപ്പെട്ടാറ്, ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഒരു വലിയ പാറക്കല്ല് വന്നിട്ട് ആ ഗുഹയുടെ എതിർഭാഗത്ത് നിന്നിട്ട് അങ്ങ് കുറെ അതിനെ ഊഞ്ചി നോക്കി അതിനകത്തുള്ള അപ്പുറപ്രാർത്ഥന സാധിക്കുന്നില്ല. വലിയ പാറക്കല്ലാണ്. അങ്ങക്ക് ഉറപ്പായിട്ട് നിങ്ങൾ മരിക്കുന്നത് കൊണ്ടാ മരണം അങ്ങ് മുമ്പിൽ കാണുക. അങ്ങനെ മരിച്ചാൽ ആർക്കും പിടിയില്ല. അങ്ങനെ ഫാമിലിക്ക് അങ്ങനെ മക്കൾക്കാണ് കുടുംബത്തിനോ പരിവാരങ്ങൾക്കോ പിടിയാമരണം മരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കലായ സന്നിഗ്ധമായ ഒരു അവസ്ഥ വരുമ്പോഴത്തോ അങ്ങനെയുണ്ടാക്കിയാൽ അങ്ങനെ സൽകർമ്മങ്ങൾ, അങ്ങനെ അവരുടെ ജീവിതത്തിൽ മുന്നേ ചെയ്തതായിരിക്കുന്ന സൽകർമ്മങ്ങൾ അല്ലാഹുവിനെ വജഹിനെ ഉദ്ദേശിച്ച് അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോട് കൂടി ചെയ്ത സൽകർമ്മങ്ങളെ എടുത്തിട്ട് ഈ 3 പേര് ഓരോരുത്തരും ചെല്ലുക. അതൊക്കെ നമ്മൾ കേട്ടതായിരിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം നൽകി ആ പാറക്കല്ല് അവിടെ നിന്ന് നീങ്ങിപ്പോയി. അവ സുരക്ഷിതമായ നിലക്ക് അതിന് രക്ഷപ്പെട്ടാറിയിട്ട് സഹീഹായ ഹദീസിൽ ഇതൊരു വസീലയാണ്. നമ്മുടെ സൽകർമ്മങ്ങൾ മുൻനിർത്തിയിട്ട്
അല്ലാഹുവോട് പ്രാർത്ഥിക്കൽ ഇത് വസീലയാണ്. അതേപോലെ തന്നെ വസീല തേടേണ്ടതുണ്ടെങ്കിൽ എന്തിന് എന്ന് ഖുർആനിൽ നമുക്ക് പരിപാട്ടത്. അല്ലാഹുവിനെ പ്രീതി നേടണമെന്ന് നിങ്ങൾ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനേത്, അതിന്റെ ഉദ്ദേശം എന്തിന്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന് ഒരുപാട് ഉത്കൃഷ്ടമായിരിക്കുന്ന പേരുകളുണ്ട്, ഒരുപാട് നല്ല നല്ല പേരുകൾ അല്ലാഹു തആലക്കുണ്ട്. ആ പേരുകളുണ്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും വിളിക്കേണ്ടത്, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. പഠിച്ച തമ്പുരാൻ ചോദിച്ചു. ഇത് ഒരു ഗൗരവമുള്ള വിഷയമായിരിക്കും പ്രിയമുള്ളവരെ. ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം അവതാളത്തിലാകും, പരലോകം നമുക്ക് നഷ്ടപ്പെടും, സ്വർഗ്ഗം നമുക്ക് നഷ്ടപ്പെടും നാളെ പരലോകത്ത്. ഈ കാര്യം മനസ്സിലാക്കിയില്ല എങ്കിൽ ആ നിലക്കാണ് ഇവിടെ മനുഷ്യരുടെ ഇടയിൽ ആയത്തുകളെയും ഹദീസുകളെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ, ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കിയും ജനങ്ങളെ ഞങ്ങളെ ദാരിദ്ര്യപ്പാട്ടുള്ളത് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ നോക്കാൻ നമുക്കൊന്നും ആവശ്യമില്ല എന്നത് ചിന്തിച്ചാൽ മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരോട് മനസ്സിലാക്കണം. അല്ലാഹുവിലേക്ക് വസീല തേടേണ്ടതുണ്ടെങ്കിൽ എന്തിനേക്ക് അല്ലാഹു നമുക്ക് പരിപാടിയിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു ചൊല്ലുന്നു, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അല്ലാഹുവിന്റെ അല്ലാത്ത വേറെ കുറേ നാമങ്ങളുണ്ട്. റഹ്മാൻ അല്ലാഹുവിന്റെ ഒരു പേരായിരിക്കരുത്, റഹീം അല്ലാഹുവിന്റെ പേരായിരിക്കരുത്, സമീഉ ബസീർ ഖുർആനിൽ തന്നെ നോക്കിയാൽ കാണാം. അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ ഖാലിഖ് ബാരിഉ മുസബ്ബിർ. ഇതൊക്കെ അല്ലാഹുവിന്റെ പേരുകളായിരിക്കരുത്. ഈ പേരുകളൊക്കെ ചൊല്ലിട്ടായിരിക്കണം നാം നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ നാം അല്ലാഹുവിന് മുന്നിൽ ചൊല്ലേണ്ടത്. യാ മാലിക് യാ ഖുദ്ദൂസ്. ഇതിലെ വലില്ലാഹിൽ അസ്മാഉല്ലാഹ അദ്ഉർ റഹ്മാൻ അല്ലാഹു തആല ചൊല്ലുന്നു സൂറത്ത് ഇസ്രായിൽ. പ്രവാചകരെ ഞങ്ങളൊക്കെ ചൊല്ലുന്നു, ഉദ്ഉല്ലാഹ അല്ലാഹ് എന്ന് വിളിക്കൂ, അദ്ഉർ റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പേരുകൾ ഏത് വിളിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളാണുള്ളത്, അത് വിളിച്ചിട്ടായിരിക്കണം നിങ്ങൾ അല്ലാഹുവിന്റെ വസീലത്ത് നേടേണ്ടത്. ഇനി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന, എങ്ങനെയുള്ള പ്രാർത്ഥന മാത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പാട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ യഖൂൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോ, റസൂൽ മനുഷ്യനാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യനാണ്. മനുഷ്യ സഹജമായ പലതും അല്ലാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട്. വേദനയുണ്ടായിട്ടുണ്ട്, രോഗമുണ്ടായിട്ടുണ്ട്, ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹുവിന്റെ പേരാണ് യാ ഹയ്യു യാ ഖയ്യൂം. എന്നും ജീവിച്ചിരിക്കലേ എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം തേടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രാർത്ഥന, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. അഊദു ബിഇസ്സത്തില്ലാഹി, അല്ലാഹുവിന്റെ പ്രതാപം കൊണ്ട് ഞാൻ കാവലിനെ തേടേ, വഖുദ്റതിഹി അവന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ കാവലിനെ തേടേ, മിൻ ശർരി മാ അജിദു വഹാദിർ. ഞാൻ അനുഭവിക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ, എല്ലാ സങ്കടങ്ങൾ, എല്ലാ പേടികൾ, ഇതിനെല്ലാം ഞാൻ കാവലിനെ തേടേ അല്ലാഹുവിന്റെ പ്രതാപം കൊണ്ട്, ഇസ്സത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്. നിങ്ങൾ നോക്കണം, ഇവിടെ എവിടെയും ഒരു ഹക്ക്, ജാഹ്, ബർക്കത്ത് എന്നൊരു പ്രവർത്തനം കാണുന്നത് സാധ്യമല്ല. ഇവിടെ ഒരു മധ്യവർത്തികൾ വളരെ വ്യക്തമാണ്. ഇത് ഖുർആനിലെ അല്ലാഹുവിന്റെ കിതാബിനെ കേൾപ്പിച്ചത്. ഇവിടെ എവിടെയും ഒരു ഹക്ക് എന്നൊരു പദം വന്നിട്ടൊരു പദം വന്നിട്ടില്ല, ഒരു ജാഹിന്റെ ഒരു പദം വന്നിട്ടില്ല, ഒരു ബർക്കത്തിന്റെ ഒരു പദം വന്നിട്ടില്ല.
ഒരു ശുപാർശക്കാർ എന്ന് വന്നിട്ടില്ല. പിന്നെ അള്ളാഹുവിന്റെ വിശിഷ്ടമായിരിക്കലെ അത്യുത്കൃഷ്ടമായ നാമങ്ങളിലൂടെ മാത്രമായിട്ടുണ്ട്. ഇത് വസീലയാണ്. അള്ളാഹു റസൂൽ പഠിപ്പാക്കിയ വസീല ഇതായിരിക്കരുത്. ഇനിയും ജീവിച്ചിരിക്കുന്ന നല്ല നല്ല ആളുമാരോട് നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ പ്രയാസങ്ങൾ കൊണ്ടിട്ടാണെന്ന് ചൊല്ലാം. ഇതും വസീലയാണ്, ഇതും ഇസ്ലാം അനുവദിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ജിമാഅത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ആരെങ്കിലും നല്ല ആളാണ്, അയാൾ നല്ല ഒരു സാലിഹായ മനുഷ്യനാണ്, അയാളൊന്ന് പറഞ്ഞു നോക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി. അള്ളാഹു തആല ഉത്തരം ചെയ്തു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ജിമാഅത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത് ആളുകൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. ഇതൊരു വസീലയാണ്. ഇസ്ലാം നമുക്ക് അനുവദിക്കുന്ന വസീലയാണ്. ആളുകളോട് നല്ല നല്ല ആളുകളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുന്ന സന്ദർഭം ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ വന്നിരിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ മഴയില്ലാണ്ട് പ്രയാസം അനുഭവിക്കല, മഴയില്ലാണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നേ, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അതാ മഴവൽക്ക് ഹദീസിൽ കാണാം, മഴവൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരത്ത് അല്ലാഹു തആല മഴ കൊടുത്തു. അങ്ങനെ ആ മഴ കുറെ ദിവസങ്ങളോളം ഉണ്ടായി, ഒരാഴ്ച മുഴുവനും ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോ ആ മഴ പ്രയാസമായി. രണ്ടാമത് വന്ന് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അത് അതേ ആളാണ് അല്ല വേറെ ആളാണ് എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് മഴയുടെ അടുത്താഴ്ച വന്നിട്ട് വീണ്ടും പറയും, യാ റസൂലല്ലാഹ്, മഴ ചെറിയാത്ത പ്രയാസത്തിലാണ്, കഷ്ടത്തിലാണ്, അവരെ നിപ്പാട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിപ്പാട്ടനോട്ട് പ്രാർത്ഥിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഈ മഴയെ നമുക്കിപ്പം വയ്യാവല്ല, നീ ഇതിനെ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള, ഞങ്ങൾക്കല്ല നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള സ്ഥലത്തേക്ക് ഈ മഴയെ നീ കൊണ്ടുപോകണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്തിന് തെളിവാണ്? നല്ല ആളുകളെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പിക്കാം, അത് ദീനിലുള്ള കാര്യമാണ്, അതുകൊണ്ട് തെറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതും ഒരു വസീലയുടെ മാർഗമാണ്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് റസൂൽ ആവശ്യപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചതിന് ശേഷം ഇങ്ങനെ മഴയില്ലാത്ത സന്ദർഭം ഉണ്ടായി. ഒരിക്കൽ ഉമറുല്ലാഹുവിന്റെ കാലത്ത് മഴയ്ക്ക് വല്ലാത്ത പ്രയാസമായപ്പോ ആളുകളെല്ലാം നമുക്ക് മഴയില്ലാവുന്ന ദ്വാരക്കണം. അപ്പൊ ഉമറുല്ലാഹു തആല ഉണ്ടാക്കിയിട്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രായമുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞപ്പയാണ്, ചിക്കപ്പയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് പ്രാർത്ഥിക്കരുത്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്തിനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്തിനാ. മനസ്സിലാക്കാം. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോ ആര് പ്രാർത്ഥിക്കുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു തആല അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾ ആ പ്രവാചകനോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കും. അങ്ങനെ നീ ഞങ്ങൾക്ക് മഴ തരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങളിതാ ആ പ്രവാചകന്റെ ചിക്കപ്പയായ കുഞ്ഞപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പൊ അല്ലാഹു തആല മഴ തരും, അവർക്ക് അങ്ങനെ മഴ കിട്ടും. ഈ സംഭവം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്തിലെ ഈ ഹദീസിനെ എല്ലാം ഈ വിഭാഗം ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ എന്താണ് നോക്കണം? ഇവിടെ ഈ ഹദീസുകളൊക്കെ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയതിന് ശേഷം റസൂലിനോട് ഇവരാരും വസീലത്ത് ചെയ്യുന്നില്ല. അവർക്കറിയാം അത് പാടില്ല, അത് വിരോധിച്ച കാര്യമാണ്, അത് ശിർക്കായ കാര്യമാണ് എന്ന്.
മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചുപോയി, ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഖബറുണ്ട് റസൂലുള്ളാഹിന്റെ. എന്നിട്ട് ആ ഖബറിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മഴ തരണം, പ്രാർത്ഥിക്കണമല്ലോ, നിന്നെ മഴ തരണം എന്ന് റസൂലിനോട് അവർ ചോദിക്കുന്നില്ല. കാരണം അത് പാടില്ല, അത് ശിർക്കാണ് എന്ന് സഹാബത്തിന് അറിയാം, ഉമർ അറിയാം. പിന്നെ ആരോടാണ് പ്രാർത്ഥിപ്പിക്കുന്നത്? നല്ലൊരു മനുഷ്യനോട്. നല്ലൊരു മനുഷ്യൻ അവരുടെ ഇടയിൽ അവരെക്കാളും കുറച്ചുകൂടി തത്വമുള്ള ആളെന്ന് അവർക്ക് ബോധമുള്ള മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, മരിച്ചവരോട് മധ്യവർത്തികളായ ആളുകൾ, അതേപോലെ തന്നെ ശിഫാറസുകൾ, അവരോടൊക്കെ നമുക്ക് എന്താക്കാം? പ്രാർത്ഥിക്കാം. അങ്ങനെ മഹാത്മാക്കളെ കൊണ്ട് പ്രാർത്ഥിക്കാം എന്നതിലേക്ക് അവരെത്തി. ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് പരിശുദ്ധ ഖുർആന്റെ ആ വസീലത്തിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കി മരിച്ചുപോയ ആളുകളോട് നമുക്ക് എന്താക്കാം? സഹായം തേടാം. അങ്ങനെയാണ് ഗർഭിണികളിലേക്കും ആളുകളിലേക്കും ആളുകളെല്ലാം തന്നെ അവർ കൊണ്ടുപോകുന്നതും അതിന്റെ പേരിൽ ചൂഷണം നടക്കുന്നതും അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിന്റെ അടിത്തറയെ തന്നെ ഇളക്കുന്ന ശിർക്ക്, അതിനെല്ലാം ഇസ്ലാമീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണല്ലോ. ഞാൻ ആമുഖമായി ഓതി വെച്ചതായിരിക്കുന്ന ആയത്ത് എന്തിന്? إنك لا تسمع الموتى ولا تسمع الصم الدعاء. പ്രവാചകനെ إنك لا تسمع الموتى, മരിച്ചവരെ കേൾപ്പിക്കുന്നത് സാധിക്കൂല. ولا تسمع الصم الدعاء, അതേപോലെ തന്നെ കാത് കേൾക്കാത്ത, ചെവിട് കേൾക്കാത്തവരെ കേൾപ്പിക്കാനും താങ്കൾക്ക് സാധിക്കൂല. ഇവർക്കൊരു മരിച്ചുപോയ ആളുകളെ വിജയം കേൾപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിന് ഒട്ടിക്ക് അല്ലാഹു തആല ചൊല്ലുന്നത് കാത് കേൾക്കാത്ത ആളുകളെ കേൾപ്പിക്കാൻ സാധിക്കില്ല. കാത് കേൾക്കാത്ത ആളുകളെ കേൾപ്പിക്കാൻ സാധിക്കും. അപ്പൊ മരിച്ചുപോയ ആളെ അല്ലാഹു തആല ചേർത്ത് ഒട്ടുകയാക്കൂടെ ചൊന്നത് കാത് കേൾക്കാത്ത ആളുകളുമായിട്ടാണ്. എന്നാൽ ഇവിടെ അതങ്ങനെ മരിച്ചുപോയ കേൾക്കും. ഇത് ഖുർആന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. മരിച്ചുപോയവർ കേൾക്കൂല എന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെയാണ് പറയുന്നത്. മരിച്ചുപോയവർ കേൾക്കാൻ സാധിക്കൂല. മരിച്ചുപോയവർ കേൾക്കും എന്നവർക്ക് സമർത്ഥിക്കണം. അങ്ങനെ മരിച്ചുപോയി കേൾക്കുന്നു സമർത്ഥിച്ചു കഴിഞ്ഞാലോ, അങ്ങനെ അത് സ്ഥാപിച്ചു കഴിഞ്ഞാലോ പിന്നീട് അവരോട് എന്താക്കാൻ? നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രാർത്ഥനകൾ അവർ കേൾക്കും. എന്തിനെ കൊണ്ടുപോകും? അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മരിച്ചുപോയ ഒരാള് കേൾക്കുന്നെങ്കിൽ കാണുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കബറടക്കുന്നത്? ഇത് ആവശ്യമുണ്ടോ? മരിച്ചുപോയ ആളുകളെല്ലാം കേൾക്കുന്നു കാണുന്നതിന് അവരെ കബറടക്കേണ്ട ആവശ്യം എന്താണ്? മരിച്ചുപോയ കേൾക്കോ ഇതാണ് തർക്ക വിഷയം. അങ്ങനെ മരിച്ചുപോയവരെ കേൾക്കുമെന്നവർക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താക്കാം? അവരെ കൊണ്ട് പ്രാർത്ഥിക്കാം എന്നതിലേക്ക് അവർ കൊണ്ടുപോകുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, മരിച്ചുപോയവർ കേൾക്കോ എന്നതല്ല പ്രശ്നം. മരിച്ചുപോയവർ കേൾക്കുന്നുണ്ട്, ആ കേട്ടതിന് ഉത്തരം നൽകുമോ ഇല്ലേ? ഇതാണ് സത്യം അന്വേഷിക്കുന്ന സത്യാന്വേഷികളായ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖുർആൻ പ്രയോഗിച്ചതായിരിക്കുന്ന ഒരു പ്രയോഗം വളരെ നല്ല അതിശക്തമായ നിലക്കുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു മറുപടി എന്നോണമാണ് പരിശുദ്ധ ഖുർആൻ ആ വാക്യം അവിടെ പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണത്? സൂറത്തുൽ ഫാത്തിറിലെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ഈ ഒരൊറ്റ ആയത്ത് ഒരു മനുഷ്യൻ നല്ലപോലെ കാത് കൊടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ അവന് ഇതിനുള്ള എല്ലാം മറുപടിയും കിട്ടും. പിന്നീട് അവന് ചാറങ്ങളെയും കറച്ചുകളെയും അഭയാകേന്ദ്രമാക്കുകയില്ല. സിയാറത്ത് വേറെയാണ്. സിയാറത്തിന് പരിധമായി ബന്ധമുള്ള കാര്യമല്ല. അതൊരു ഇബാദത്തിന്റെ പുണ്യകരമാണ്. സിയാറത്ത് എന്ന് പറയുന്നത് ഇത് സിയാറത്തല്ല. ഇത് സിയാറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ മനുഷ്യരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്. സിയാറത്ത് വേറെ തന്നെയാണ്.
ഇവിടെ അല്ലാഹു നിങ്ങൾ നോക്കൂ, അല്ലാഹു പുറമെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാറോ അവർ ഈത്തപ്പന കുരുവിന്റെ പാല പോലും നിങ്ങൾക്ക് ഉടമപ്പെടുത്താൻ സാധ്യമല്ല. എത്ര വ്യക്തമാണ്. അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആരൊക്കെയായാലും, അത് പ്രവാചകന്മാരായാലും ഇബ്രാഹിം നബി ആയാലും ഇസ്മായിൽ നബി ആയാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയാലും യൂസുഫ് നബി ആയാലും മന്ത്രത്ത് തങ്ങളായാലും നമ്പത്ത് ബീബിയായാലും ഉള്ളാളത്ത് തങ്ങളായാലും ആരായാലും ഈദി ഷെയ്ഖായാലും റിഫായി ഷെയ്ഖായാലും അല്ലാഹുവല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു ഈ കപ്പന കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുകയില്ല. രണ്ടാമത്തെ അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ പ്രാർത്ഥന അവർ കേൾക്കൂല. അതില്ലേ, ഇതാണ് അടിസ്ഥാനം. വളരെ വ്യക്തമാണ്. കേൾക്കൂല. അല്ലാഹു തആല കേൾക്കൂല. അപ്പൊ കേൾക്കൂലേ അപ്പൊ പതിലാണ് ഉണ്ടായിട്ടുണ്ടല്ലോ. നമുക്ക് വരാം. ഈ പ്രാവശ്യം കണ്ടിന്യൂ ആക്കാം. അപ്പൊ ഒന്നുണ്ടായിട്ടുണ്ടല്ലോ. മരിച്ചുപോയ ആളുകളെ ദഫൻ ചെയ്തതിന് ശേഷം ഒരു ഭൂമങ്ങളെ കാലിന്റെ ചെറുപ്പക്കാരെ സൗണ്ട് കേൾക്കുമല്ലേ ഞങ്ങൾക്ക് ഇതല്ലേ അതെല്ലാം വിശദീകരിക്കാം. അപ്പൊ കേൾക്കൂലേ അല്ലാഹു തആല അതിന്റെ മറുപടി കൊടുക്കുന്നു ഈ ഖുർആനിലൂടെ. ശരി, ഞങ്ങൾ കേൾക്കുമെന്ന് വെക്കാം. കാരണം അല്ലാഹു തആലക്ക് അറിയാമെന്ന് റഹ്മാനായ അല്ലാഹു തആലക്ക് അറിയാം. ഖിയാമത്ത് അടുത്താകുമ്പോൾ ഇങ്ങളൊരു കൂട്ടം വരും, സമസ്തക്കാർ മുസ്ലിയാക്കന്മാർ എന്ന് പറയുന്നൊരു കൂട്ടം വരും. അവരിങ്ങനൊക്കെ വാദിക്കാൻ സാധ്യതയുണ്ട്. പടച്ചോൻ അറിയുമല്ലോ. ശരി, നിങ്ങളുടെ വാദം എന്താണ്? കേൾക്കുന്നാണോ? ശരി, കേട്ടാലും കേട്ടാലും അവർക്ക് ഉത്തരം ചെയ്യൂല. കണ്ടില്ലേ? കേട്ടിട്ടുണ്ട് കാര്യം കേൾപ്പിക്കുന്നുണ്ടിലാണ്. അത് നമ്മൾ പോയിട്ടവിടെ കേൾപ്പിക്കലല്ലേ, നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടണമല്ലേ? ഉദാഹരണത്തിന് വലിയൊരു ശേഷി സംഗതിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രത്ത് തങ്ങൾ, അല്ലെങ്കിൽ സിഎം തങ്ങൾ, അല്ലെങ്കിൽ ഉള്ളാളം തങ്ങൾ, നിങ്ങൾ മഴയില്ല തങ്ങളെ മഴ തരണം, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്, രോഗം ശരിയാക്കണം. ഇത് കേട്ടാണെന്ന് വിചാരിക്കോളൂ. കേട്ടിരിക്കോളൂ. ഞാനിങ്ങനെ കുട്ടികളെ ഉത്തരം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പറയാം, എന്തൊക്കെ പറയും, അവർക്കൊന്ന് ഉത്തരം ചെയ്യാൻ കഴിയുമോ? കേട്ടുമെന്ന് വെച്ചോളൂ. കേട്ടിട്ട് എന്ത് കാര്യമാണെന്ന് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നത് അവർക്ക് സാധ്യമല്ല. ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും, തള്ളിക്കളയും. ശിർക്കാനിട്ട് എത്ര വ്യക്തമാണ്. നിങ്ങളിങ്ങനെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കുന്ന ഞങ്ങൾക്ക് പിടിയില്ല എന്നവർ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. സൂക്ഷ്മജ്ഞാനിയായ സർവജ്ഞാനിയായ യുക്തിപൂർണനായിരിക്കൽ വിവേകമതിയായിരിക്കൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിവരിച്ച് കണ്ടതുപോലെ ഒരാൾക്കും വിവരിക്കുന്നത് സാധ്യമല്ല. എത്ര കൃത്യമാണ് കൂട്ടരെ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, തെറ്റിദ്ധാരണയിൽ ഒരിക്കലും നാം അകപ്പെട്ടു പോകരുത്. ഈ മുസ്ലിം ഉമ്മത്ത് ശിർക്കിലേക്ക് കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വസീല എന്ന പേര് പറഞ്ഞുകൊണ്ട് സിയാറത്തുമായി അതിന് ബന്ധവുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുകയും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അല്ലാഹുവിലേക്ക് ഉള്ള സമീപന മാർഗം അത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് നാം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിലാക്കിയത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചതായിട്ടിക്കരെ ആദേശിച്ചതായിട്ടിക്കരെ കൽപ്പനകൾ അത് നിർവഹിക്കുക കൃത്യമായ നിലക്ക്, അതേപോലെ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുക. ഇതായിട്ടിക്കര് വസീലാൻ അല്ലാഹു തആല ചൊന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പ്രതിപാദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രതിപാദിക്കുന്നു. പിന്നീട് നാം മനസ്സിലാക്കാനുള്ളത് ബഹുവുമായി ബന്ധപ്പെട്ടതായ സംഭവങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ ഉണ്ടായ ഒരു മുഅ്ജിസത്താണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ആ സമയത്തേക്ക് മാത്രം നൽകിയ ഒരു മുഅ്ജിസത്താണ്. അതിന് പല കാരണങ്ങളുമുണ്ട് എന്ന് മാത്രമല്ല, ആ സംഭവം തന്നെ മരിച്ചവർ കേൾക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഭവമാണ്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മരിച്ചവർ കേൾക്കുകയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലക്ക് നമുക്ക് പറഞ്ഞു തരുമ്പോ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചില ആളുകൾക്കൊക്കെ. അവരിതിനെ വ്യാഖ്യാനിക്കുന്നു, ഇത് ഇടയാളന്മാർ അല്ലാഹുവിനടുക്കലുള്ള സൽക്കർമ്മങ്ങൾ എന്നതിനെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്ത മഹാന്മാർ ഔലിയാക്കന്മാർ എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നു. അതിനെതിരായി പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് അയാളുടെ രാഷ്ട്രീയപരമായ പ്രസംഗത്തിന്റെ അടുത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി വ്യക്തമായിട്ട് പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അയാളിങ്ങനെ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും പറയുന്നതിന്റെ ഇടയ്ക്ക് അയാളിങ്ങനെ പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോ അതിന്റെ ഇടയിൽ കുറെ മുരീദന്മാരെന്തിന് കുറെ ശൈഖന്മാരെന്തിന് നേർക്ക് നേരെ അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ എന്ന ഒരു വാക്കയാണ് പറഞ്ഞത്. അപ്പോഴേക്കും അതാ സമസ്ത എന്ന് പറയുന്ന വിഭാഗത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ആദ്യം ഓടിക്കൊണ്ടു. ഇത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന് എതിരായ ആശയം കൊണ്ട് വലിയ കോലാഹലമുണ്ടാക്കി. ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ. വാസ്തവത്തിൽ എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന് എതിരായ കാര്യമാണോ? അല്ലല്ലോ. നമ്മൾ ഖുർആനിലൂടെ മനസ്സിലാക്കിയില്ലേ, അല്ലാഹുവിലേക്ക് അടയാളം മാറി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലല്ലോ. അല്ലാഹുവിലേക്ക് ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ലല്ലോ. നേർക്ക് നേരെ അല്ലാഹുവോട് ചോദിക്കുക എന്നതല്ലേ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പാക്കുന്നത്. അതല്ലേ ഖുർആൻ പഠിപ്പാക്കുന്നത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിപാടിക്കുന്നത്. അതല്ലേ സഹാബത്ത് പരിപാടിച്ചത്, സഹാബത്ത് മനസ്സിലാക്കിയത്. സഹാബത്തിന് മുട്ടയല്ലേ റസൂലുള്ളാഹിയുടെ ഖബറുണ്ടായിരുന്നത്. ആ സഹാബത്തിന്റെ മുട്ട ഉണ്ടായിരുന്ന ഖബറുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞതെന്താണ്? സല്ലു അലയ്യ ഫഇന്ന സലാത്തകും മഅറൂഫത്തുൻ അലയ്യ. നിങ്ങൾ നിന്റെ പേരിൽ സലാത്ത് ചൊല്ലൂ, ആ സലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നു എന്നാണ്. സലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നു. സലാത്ത് ചൊല്ലണം. ആ സലാത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നില്ല എന്നല്ലേ? അതുപോലും അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്ത ഒരു സംസാരമാണ് ഉണ്ടാക്കിയത്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥയാണെങ്കിൽ അമ്പിയാക്കന്മാർ ഏറ്റവും ശ്രേഷ്ഠനായ ആളല്ലേ, ഔലിയാക്കന്മാർ ഏറ്റവും ശ്രേഷ്ഠനായ ആളല്ലേ? അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ നാം വളരെ വ്യക്തമായ നിലക്ക് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് രക്ഷാബോധം നൽകുമാറാകട്ടെ. എല്ലാവരുടെ ശിർക്കിൽ നിന്നും അല്ലാഹു തആല ഈ ഉമ്മത്തിന് രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ മദ്രസക്കുള്ള കലക്ഷനാണ്. നേരെ മദ്രസയുടെ പണി നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ. അത് വേറെ എന്തെങ്കിലും സംഭാവനയായി നൽകാനുള്ളവർ നമ്മുടെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടണം. നമ്മുടെ ഇന്നത്തെ മദ്രസ കലക്ഷൻ വിജയിപ്പിക്കണം. ഉദാരമായ നിരക്ക് സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതേപോലെ തന്നെ നാളത്തെ ശനിയാഴ്ച ദിവസത്തെ ക്ലാസ്
സ്ത്രീകൾക്കായുള്ള ക്ലാസ് വൈകുന്നേരം എല്ലാ സ്ത്രീകളും ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഹാജരായുകൊണ്ട് ഈ വിജ്ഞാനം നേടണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. പിന്നീട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാക്കിർ മൗലവിയുടെ അനിയൻ ആശുപത്രിയിൽ ഡെങ്കി ബാധിച്ചുകൊണ്ട് ആശുപത്രിയിലാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഅസ്സിനിന്റെ മകൻ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിലാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പള്ളി കമ്മിറ്റി മെമ്പർമാരുടെ ഒരു സഹോദരൻ മുഷ്താഖ് എന്ന് പറയുന്ന ആൾ വളരെ ക്രിട്ടിക്കലായ ഒരു അവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഇവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു പൂർണ്ണമായ നിലയ്ക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രയാസവുമില്ലാതെ ഒരു സങ്കടവുമില്ലാതെ ആ കുടുംബത്തിന്റെ കണ്ണിന് കുളിർമയാകുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആജിലായ ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം അവരെ ആശുപത്രിയിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. അതേപോലെ വേറെ എത്രയോ പേര് രോഗികളായി ഇവിടെ ഹാജരുള്ളവരിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ രോഗികളായി കിടക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.